നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണവും ശാശ്വതവുമായിട്ട് തകർന്ന് തരിപ്പണമായി ഭസ്മമായി പോയി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ വെളിച്ചം ചാനൽ പൊതുവെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള ഒരു ചാനലാണെന്നാണ് പൊതുവെയുള്ള ധാരണ. അതല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് ഞാൻ ഈ വെളിച്ചം ചാനലിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ സംസാരിക്കുമ്പോൾ നിരവധി ആൾക്കാർ കാണും. ഏകദേശം 3 വർഷമായിട്ട് എനിക്ക് ഏകദേശം ഈ വെളിച്ചം ചാനലിൽ ഏകദേശം 58,000 സിസ്റ്റം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയുന്നതുകൊണ്ടാണ് അതിന് സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. നേരത്തെ ഞാൻ ജീസസ് സാംബശിവൻ എന്ന പേരിലൊരു ചാനൽ നടത്തിയിരുന്നത് പണ്ട്, ഏകദേശം 4.5 വർഷം മുമ്പ്. അപ്പോൾ ആദ്യത്തെ 1.5 വർഷം കൊണ്ട് ഞാൻ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അല്പം ഗൗരവമുള്ളത്, അത്യാവശ്യം മസിലൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു 1.5 വർഷം ചാനൽ നടത്തി. പക്ഷേ അതിദയനീയമായിട്ട് അത് പരാജയപ്പെട്ടു. അതായത് ഏകദേശം 147 സബ്സ്ക്രൈബേഴ്സേ അന്ന് ആ കാലയളവിൽ ഇതിനുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ചാനലിൻ്റെ പേര് മാറ്റി വെളിച്ചമെന്നാക്കി. എന്നിട്ട് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ കടന്ന് തീർച്ചയായിട്ടും അതിന് നിരവധി പ്രേക്ഷകരുണ്ടായി. അപ്പോൾ ഈ പ്രേക്ഷകരെ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എനിക്ക് ഈ വെളിച്ചം ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനകത്തു നിന്ന് കിട്ടുന്ന പണം മുഴുവൻ, വരുമാനം മുഴുവൻ ഞാൻ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചതാണ്, ഞാൻ പറയുന്ന ബോറടിപ്പിക്കുന്ന വിഷയങ്ങൾ, സമ്പദ്ഘടനയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ കുറച്ച് ഓഡിയൻസ് വേണം. അതാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വെളിച്ചം ചാനൽ തുടങ്ങുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കാരണം ലോക സമ്പദ് വ്യവസ്ഥ ഇന്ന് സമ്പൂർണവും ശാശ്വതവുമായിട്ട് തകർന്ന് തരിപ്പണമായി ഭസ്മമായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഡേറ്റകൾ ഒന്ന് നോക്കാം. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള, അത്ഭുതപ്പെടുത്തുന്നതെന്നുള്ളതല്ല, മറിച്ച് ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഡേറ്റകളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും, സ്വർണത്തിന് 1 ഗ്രാമിന് 685 രൂപ ഒരൊറ്റ ദിവസം കൂടിക്കഴിഞ്ഞു. ആദ്യം അത് 485 രൂപയാണ് കൂടിയത്. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 11 മണിയായപ്പോൾ 200 രൂപയും കൂടെ കൂടി ഗ്രാമിന് 685 രൂപ വർദ്ധിച്ചു. 22 ക്യാരറ്റ് സ്വർണത്തിന് ഇപ്പോഴത്തെ വില, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉള്ള വില 14,415 1 ഗ്രാമിന്. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് 1,13,000 കടന്നു പവന് അല്ല. ഓക്കെ. അപ്പോൾ അതുകൂടാതെ ഭയം ജനിപ്പിക്കുന്ന മറ്റൊരു ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡോളറിൻ്റെയാണ്. അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. 91 രൂപ 60 പൈസയാണ് ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ രൂപയുടെ ഡോളറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴുള്ള വില. ഓക്കെ, 91 രൂപ 60 പൈസ. അതൊക്കെ റെക്കോർഡാണ്. ഈ സ്വർണ്ണവിലയും റെക്കോർഡാണ്.
അപ്പോൾ ഇന്ത്യയുടെ മൊത്തം കടം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, കോർപ്പറേറ്റുകളുടെയും ജനങ്ങളുടെയും ഗവൺമെൻറ്റുകളുടെ എല്ലാം മൊത്തം കടമെന്ന് പറയുന്നത് ഇപ്പോൾ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ 342 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ മൊത്തം കടം. അപ്പോൾ സംഭവം ഇത് ഇങ്ങനെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി വില കൂടിയെന്ന് പറഞ്ഞാൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അപ്പോൾ സംഭവം ഇത് ഞാൻ ഏകദേശം 20 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ്. ഈ സമ്പദ് വ്യവസ്ഥ, അതായത് ഇന്നത്തെ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ അശാസ്ത്രീയമാണ്, ഇത് തകരുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഏകദേശം 20 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. അത് 100% ശരിയാണെന്ന് കുറേ കൂടി വ്യക്തമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വർണത്തിന് വില കൂടിയാൽ അല്ലെങ്കിൽ ഡോളറിന് വില കൂടിയാൽ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി തന്നെയാണ്. ഞാനത് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ വില ഇങ്ങനെ കൂടുന്നത് ഒരുപാട് കാരണങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ പല ന്യൂസുകളും പടച്ചു വിടുന്നുണ്ട്. അവർ പറയുന്നത് ഏതാണ്ട് 90% ശരിയുമാണ്. അതായത് സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, പൊതുവിൽ പറയുകയാണെങ്കിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നുണ്ട്, ഗോൾഡിൻ്റെ വില കൂടുന്നു. ഓക്കെ, പക്ഷേ അത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ സാധാരണ ജനം കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടല്ല സ്വർണത്തിന് വില കൂടുന്നത്. ഓക്കെ, മറിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നത് അത് കാരണമാണ് ഈ കേരളത്തിൽ വില കൂടുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്നുള്ളത് ഇവിടുത്തെ ലോകത്തിലെ എല്ലാ രാഷ്ട്ര നേതാക്കൾക്കും സാമ്പത്തിക വിദഗ്ധന്മാർക്കും പത്രപ്രവർത്തകർക്കും മാത്രമല്ല, ഇവരെല്ലാം നിയന്ത്രിക്കുന്ന 13 ഫാമിലിക്കും സമ്പൂർണമായും ബോധ്യമായി ഈ ഇന്നത്തെ പണമടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥ, അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും തകർന്ന് തരിപ്പണമായി ഭസ്മമായി പോയി എന്ന് ഇവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിടിവള്ളി എന്ന് മാത്രം പറയാവുന്ന, അതായത് ഒരു കച്ചിത്തുരുമ്പെന്നുള്ള രീതിയിൽ സ്വർണത്തെ എല്ലാവരും സുരക്ഷിത നിക്ഷേപമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഓരോ രാജ്യങ്ങളും അതുപോലെ തന്നെ ഓരോ ബാങ്കുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും സ്വർണത്തിനെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്വർണത്തിന് വില കയറുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടകളിൽ ഡിമാൻഡ് കൂടിയത് കൊണ്ടല്ല സ്വർണത്തിന് വില കയറുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ എന്നല്ല ലോകമെമ്പാടുമുള്ള സ്വർണ്ണക്കടകളിലെ, അതായത് ഈ ആഭരണങ്ങൾ എന്നുള്ള നിലയിലുള്ള സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടിയത് കൊണ്ടല്ല വില കൂടുന്നത്, മറിച്ച് ഈ രാജ്യങ്ങളും ബാങ്കുകളും ഇൻവെസ്റ്റേഴ്സും നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണം, ഡിജിറ്റൽ ഗോൾഡും മറ്റുമൊക്കെ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ്, സ്വർണ്ണ ബാറുകളും മറ്റ് ബിസ്ക്കറ്റുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് സ്വർണത്തിന് വില കയറുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു തരിപ്പണമായി ഭസ്മമായി എന്നതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ബാങ്കുകളും ഇൻവെസ്റ്റേഴ്സും ഈ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ ഡോളർ എന്നുള്ള പ്രശ്നം, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കടം കൂടുന്നു. ഓക്കെ, ഇറക്കുമതിക്ക് എല്ലാം തന്നെ കൂടുതൽ പണം ആവശ്യമായിട്ട് വരുന്നു.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സമ്പൂർണമായും സാമ്പത്തികമായിട്ട് തകർന്ന് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു രക്ഷപ്പെടൽ, അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റത്തിന് ഇനി ഭാവിയില്ല. 100% അത് തകർന്ന് തരിപ്പണമായി ഭസ്മമായി കഴിഞ്ഞു. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റ് പറയാനുണ്ട്. അതായത് ലോകത്തിലെ പണം മുഴുവൻ സ്വർണത്തിലേക്കും ആയുധങ്ങളിലേക്കും ആണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വർണത്തിനും ആയുധത്തിനുമൊക്കെ വില കൂടുമെന്നല്ലാതെ വേറൊരു വലിയ വിപത്തുള്ളത്, ആപത്തുള്ളത് ലോകത്തിലെ മറ്റെല്ലാ രംഗങ്ങളും മറ്റെല്ലാ ബിസിനസ്സുകളും തകർന്ന് തരിപ്പണമാവും. കാര്യം ആൾക്കാർ പണം മുഴുവൻ സ്വർണത്തിലും ആയുധങ്ങളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രംഗങ്ങളിലെല്ലാം പണമില്ലാതാവും, തകരും. അത് വേറൊരു പാറ്റേണിൽ, വേറൊരു ഡയമെൻഷനിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം കൃഷി ചെയ്യുന്നതിനും പണം വേണം. അപ്പോൾ പണം മുഴുവൻ സ്വർണത്തിലും ആയുധങ്ങളിലേക്കും പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷി ചെയ്യാനും പണമില്ലാതാവും. അങ്ങനെ കൃഷി കുറയും, സ്വാഭാവികമായിട്ടും ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. അതുമാത്രമല്ല, മറ്റെല്ലാ വിധത്തിലും ഈ സമ്പത്ത് രംഗം തകർന്നതുകൊണ്ട് ഇൻഫ്ലേഷൻ മാറിയിട്ട് ഹൈപ്പർ ഇൻഫ്ലേഷനിലേക്ക് ലോകം പോകും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഇറാനാണ്. അവിടെ അടി നടന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ കറൻസിയുടെ മൂല്യം സമ്പൂർണ്ണമായിട്ടും പോയി. അതുമാത്രമല്ല, സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വിലയും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇറാനിൽ സംഭവങ്ങളുണ്ടായി. അങ്ങനെയാണ് ജനങ്ങൾ സംഘടിച്ച് ഖൊമേനിക്കെതിരെ അരാജകത്വം സൃഷ്ടിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഏകദേശം 2024 ജനുവരി 18 വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞിരുന്നു, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, മുഴുവൻ രാജ്യങ്ങളും, 100% രാജ്യങ്ങളും കൊടും പട്ടിണിയിലേക്കും അരാജകത്വത്തിലേക്കും കലാപത്തിലേക്കും വഴുതി വീഴും എന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ഓരോരോ രാജ്യങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിൽ തുടങ്ങി, നേപ്പാളിൽ തുടങ്ങി, ഇപ്പോൾ ഇറാനിൽ വന്നു നിൽക്കുകയാണ്. ഇത് കൂടാതെ ജോർജിയ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലും അരാജകത്വവും കലാപവും നടന്നു. അത് മലയാളികൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് തന്നെ വെനിസ്വലയിലും ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നിട്ട് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു. അതുപോലെ തന്നെ അർജൻറ്റീന, സിംബാബ്വെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ബ്രസീൽ, അതുപോലെ തന്നെ ടർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോക സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി ഭസ്മമായതിൻ്റെ ലക്ഷണങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അതിനി ഓരോരോ രാജ്യങ്ങളിലായിട്ട് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അപ്പോൾ അതിനിടയിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും സമ്പൂർണ്ണമായും തകർന്നു നിൽക്കുകയാണ്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഒരു അവസാന ശ്രമം എന്നുള്ള നിലയിലാണ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കി അവിടുന്നെല്ലാം സ്വർണവും ക്രൂഡ് ഓയിലും മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ പുരോഗമിക്കുകയാണ്, ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക എന്നല്ല, ഏത് രാജ്യവും എല്ലാ തരത്തിലും സമ്പൂർണ്ണമായും ശാശ്വതമായും ഓരോരോ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി ഭസ്മമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? ഇതിനൊരു പരിഹാരം എന്താണ്? അതായത് BBC-യും CNN-ഉം മറ്റ് മാധ്യമങ്ങളുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും തന്നെ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം, അതായത് ഈ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഒരു മാർഗം പത്രക്കാർ വിചാരിച്ചിട്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ, അതുമാത്രമല്ല, ഇപ്പോഴത്തെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായി ശാശ്വതമായി തകർന്ന് തരിപ്പണമായി ഭസ്മമായി പോയതിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിനൊരു ആൾട്ടർനേറ്റീവ്, ഇതിന് പകരം വെക്കാൻ, അതായത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിന് പകരം വെക്കാൻ ഒരു സമ്പദ് വ്യവസ്ഥ, സോഷ്യോ എക്കണോമിക് സിസ്റ്റം ഈസ് ഇന്നെവിറ്റബിൾ. അതായത് തീർച്ചയായിട്ടും ഇന്നത്തെ വ്യവസ്ഥ സമ്പൂർണ്ണമായി 100% തകർന്ന് തരിപ്പണമായി ഭസ്മമായി കഴിഞ്ഞു. ഇനി അതിന് പകരം വെക്കാൻ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് മാത്രമല്ല ലോകത്തിലെ 826 കോടി ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായി തകർന്നു. ഓക്കെ, അപ്പോൾ വാട്ട് നെക്സ്റ്റ്? എന്താണ് നിങ്ങൾ അടുത്ത പടിയായിട്ട് കാണുന്നത്? അതായത് എൻ്റെ ഒരു വിലയിരുത്തൽ ഇതാണ്: വി നീഡ് എ ന്യൂ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ഇസ് ഇന്നെവിറ്റബിൾ. അത് ഒഴിവാക്കാൻ ഒക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോടും 826 കോടി ജനങ്ങളോടും മാത്രമല്ല, എല്ലാ രാഷ്ട്ര നേതാക്കളോടും, എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരോടും, മുഴുവൻ ജനങ്ങളോടും ഞാൻ ജീസസ് ആംബിഷൻ ചോദിക്കുന്നു, ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നതുകൊണ്ട് അതിന് പകരം വെക്കാൻ ഒരു പുതിയ സോഷ്യോ എക്കണോമിക് സിസ്റ്റം നിങ്ങൾ നിർദ്ദേശിക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ ഞാനങ്ങ് മാറി നിൽക്കാം, നിങ്ങളായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ അങ്ങനൊരു സിസ്റ്റം ഇന്നത്തെ നിലയിൽ എൻ്റെ അറിവിൽ ആരും പുതുതായിട്ട് നിർദ്ദേശിച്ചിട്ടില്ല. അഥവാ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ തന്നെ പണ്ടത്തതിൻ്റെ ഒരു പുതിയ രൂപമൊന്നല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താർക്കും, ഇൻക്ലൂഡിങ് യു, അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതായത് ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധർക്കും, ലോകത്തിലെ രാഷ്ട്ര നേതാക്കൾക്കും, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും, ഓരോരോ ജനങ്ങൾക്കും ഈ ഒരു പരിഹാരം, ഇപ്പോഴത്തെ ഈ സമ്പദ് വ്യവസ്ഥയുടെ സമ്പൂർണ്ണ പരാജയത്തിന് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ഏകദേശം 35 വർഷമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു സോഷ്യോ എക്കണോമിക് സിസ്റ്റമുണ്ട്. അത് 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ചതാണ്. അതുമാത്രമല്ല, ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ, അദ്ദേഹം അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയേർഡ് പ്രൊഫസറാണ്, എക്കണോമിക്സ് പ്രൊഫസറാണ്. അദ്ദേഹം 12 വർഷം എൻ്റെ കറൻസി രഹിത വ്യവസ്ഥ എന്നുള്ളത് പഠിച്ച ശേഷം തലങ്ങും വിലങ്ങും മനസ്സിലാക്കി അതിനുശേഷം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തത്, അതായത് കറൻസി രഹിത വ്യവസ്ഥ എന്ന വീഡിയോ ഏകദേശം 7 മിനിറ്റേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ വേണം. അതിനൊന്നും ഞാൻ തുനിയുന്നില്ല. നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഇതാണ്, യൂട്യൂബിൽ കറൻസി രഹിത വ്യവസ്ഥയെന്നോ കറൻസി ഫ്രീ സിസ്റ്റം എന്നോ സെർച്ച് ചെയ്ത് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെയും എൻ്റെ ചാനലുകളിലെ ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോകളും ദയവായി കാണുക.
അത് പഠിക്കുക. തീർച്ചയായിട്ടും അത് സാങ്കത്യമുള്ളതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിൻ്റെയും എൻ്റെയും വീഡിയോകൾ, കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോകൾ ദയവായി കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ സംവിധാനം ഉണ്ടെങ്കിൽ അതും ചെയ്യുക. അപ്പോൾ കറൻസി രഹിത വ്യവസ്ഥയിലൂടെ ലോകമെമ്പാടും വെറും 100 ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാമെന്നാണ് ഞാൻ ജീസസ് സാംബശിവൻ അവകാശപ്പെടുന്നത്. അത് നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. അതുപോലെ തന്നെ ആ സിസ്റ്റം, കറൻസി രഹിത വ്യവസ്ഥ ലോകത്ത് മുഴുവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 10,000-കണക്കിന് നേട്ടങ്ങളുണ്ട്. അതിൽ 4-5 ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഒരു നിർവചനം ഞാൻ പറയാം. ലോകത്തിലെ പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും എല്ലാം പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് വ്യക്തികളുടെ കടം തീർക്കാം, നിങ്ങളുടെ കടം തീർക്കാം 1 സെക്കൻഡ് കൊണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആദ്യത്തെ സെക്കൻഡിൽ. അതുപോലെ ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും കടമെന്ന് പറയുന്നത് 38,000 ലക്ഷം കോടി രൂപയാണ്. ആ കടവും 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. അതുപോലെ തന്നെ വെറും 100 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ GDPയുടെ വർധനവിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ആക്കാം 1 രൂപ ചെലവില്ലാതെ. അതുപോലെ തന്നെ ലോകത്തിലെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം വെറും 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ അത് നവീകരിക്കാം, ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലാക്കാം. അതുപോലെ തന്നെ ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് വൻകിട ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. 100% തൊഴിലില്ലായ്മ ഇല്ലാതാക്കാം 1 രൂപ ചെലവില്ലാതെ വെറും 100 ദിവസം കൊണ്ട്. അതുപോലെ തന്നെ 1 രൂപ ചെലവില്ലാതെ 160 കോടി വീടുകൾ നിർമ്മിക്കാം വെറും 2 ദിവസം കൊണ്ട്. ഇത് കൂടാതെ നിരവധി നേട്ടങ്ങൾ, 10,000-കണക്കിന് നേട്ടങ്ങൾ ഉണ്ട് കറൻസി രഹിത വ്യവസ്ഥയ്ക്ക്. ദയവായി എൻ്റെ നിർദ്ദേശമായ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണവും ശാശ്വതവുമായി എന്നേക്കുമായി തകർന്നു, തരിപ്പണമായി, ഭസ്മമായി പോയി. ഓക്കെ, തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, ശുഭദിനം.